മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞാൽ, പാർട്ടി സെക്രട്ടറി അങ്ങനെ പറഞ്ഞാൽ പടക്കമാണെന്നാ പറയുന്ന പടക്കം. അവർ പടക്കം പറച്ചിലത്. അതെ, അത് മനസ്സിലായി. ബോംബുണ്ടാക്കുന്നതിലെ പരിചയക്കുറവുകൊണ്ടാണെന്ന് ഇ പി ജയരാജൻ തന്നെ പറഞ്ഞു. അതിനാണ് ഞാൻ പി ജയരാജൻ്റെ ശരിയായ ഉദാഹരണം പറഞ്ഞത്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ, പി ജയരാജൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിയപ്പോൾ വിഷുവിന് പടക്കം ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു. അത് കെട്ടിയുണ്ടാക്കുന്ന ബോംബാണെന്നേ. അതിനെക്കുറിച്ച് കെട്ടിയല്ലാതെ എങ്ങനെ ബോംബുണ്ടാക്കുന്നത് അറിയിക്കറിയില്ല. എനിക്ക് കെട്ടിയാണോ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ ബോംബുണ്ടാക്കി പൊട്ടിയ സ്ഥലത്ത് പോയിട്ടുണ്ട്, തരൂരിൽ. അപ്പോൾ കെട്ടുന്നതാണെന്ന് മനസ്സിലാക്കി മരത്തിൻ്റെ മറവിൽ ഒരു വലിയ ബെഞ്ച് പോലത്തെ സാധനം നെഞ്ചത്ത് കെട്ടിവെച്ചിട്ട് അപ്പുറത്ത് നിന്നിട്ടാണ് ഉണ്ടാക്കിയതെന്നൊക്കെ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് കുടിയാമല. അതിൻ്റെ വ്യക്തമായ ഉദാഹരണം ചേറ്റക്കണ്ടി. ചേറ്റക്കണ്ടിയിൽ എന്തിനാ രക്തസാക്ഷി സ്മാരകം ഉണ്ടാക്കിയത്? ആർക്കായിരുന്നു രക്തസാക്ഷി സ്മാരകം? ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഫോടനം ഉണ്ടായി മരിച്ചവർക്ക് വേണ്ടിയാണ്. ചേറ്റക്കണ്ടിയിൽ രക്തസാക്ഷി സ്മാരകം ഉണ്ടാക്കിയത് കണ്ണൂർ ജില്ലയിലാണ്. പാനൂരിലെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയതാണ് CPM. പോലീസ് അതന്നെ, അത് പരിശോധിക്കണം. പാർട്ടി നേതാക്കന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോലീസ് ചട്ടകമായി പ്രവർത്തിക്കുന്നു. പാർട്ടി നേതാക്കന്മാർ കളവ് പറയുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞങ്ങൾ ഇവിടെ ചൂണ്ടിക്കാട്ടിയത്, അനുഭവങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്. ഒരനുഭവമല്ല പറഞ്ഞത്. അതെ, ഇപ്പം അനുഭവങ്ങൾ പറഞ്ഞല്ലോ. ചേറ്റക്കണ്ടിയിലും കുടിയാമല മരിച്ചുപോയ പാർട്ടി നേതാവിൻ്റെ പേര് ഞാനതുകൊണ്ട് പറയുന്നില്ല. അവിടെയാണല്ലോ മുഖ്യമന്ത്രിയായ അന്നത്തെ പാർട്ടി സെക്രട്ടറി പോയി കുടുംബസഹായ ഫണ്ട് കൊടുത്തത്. പോയിന്ന മാഷം എന്താ ചേറ്റക്കണ്ടിയിലെ രക്തസാക്ഷി സ്മാരകം ഉദ്ഘാടനം ചെയ്യാൻ എന്ത് രക്തസാക്ഷിത? അവർ ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഫോടനം ഉണ്ടായി മരിച്ച CPM ക്രിമിനലുകളെ ചേറ്റക്കണ്ടിയിൽ രക്തസാക്ഷികളാക്കി പ്രഖ്യാപിച്ച പാർട്ടിയാണ് ഈ കളവുമായിട്ട് മുന്നോട്ട് വരുന്നത്. ആ കളവ് ജനങ്ങൾ വിശ്വസിക്കില്ല. ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കോൺഗ്രസ് പ്രവർത്തകർ ബോംബ് ഉണ്ടാക്കുമ്പോൾ ബോംബ് പൊട്ടിയതോ അല്ലെങ്കിൽ ബോംബെറിഞ്ഞതോ ആയ ഒരു കേസ് പറയാൻ പറ്റുമോ? ഒരു സംഭവം പറയാൻ പറ്റുമോ? ഞാൻ എത്ര വേണേ പറയാം. നിയമസഭയിൽ എൻ്റെ 2 പ്രസംഗമുണ്ട്, അടിയന്തര പ്രമേയം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. എൻ്റെ ഫേസ്ബുക്കിലുണ്ട്, നോക്ക്. എണ്ണി പറഞ്ഞ അത് കോൺഗ്രസ് പ്രവർത്തകരല്ലല്ലോ. ഇല്ല, വെറുതെ വിട്ടല്ലോ. പല സ്ഥലത്തും, കണ്ണൂർ ജില്ലയിലെ പല സ്ഥലത്തും സംഘർഷങ്ങൾ തുടരുകയാണ്. പോലീസ് ഏകപക്ഷീയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ എത്ര ബൂത്ത് ഏജന്റുമാർക്ക് പരിക്ക് പറ്റി, സ്ഥാനാർത്ഥികൾക്ക്, വനിതാ സ്ഥാനാർത്ഥിയുടെ മുഖത്തടിച്ചവരാണ്. കള്ളവോട്ടിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ വനിതാ സ്ഥാനാർത്ഥികളെ മുഖത്തടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്.